മുണ്ടക്കയം ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുകയാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി തെരുവുനായയുടെ ശല്യം വർദ്ധിക്കുകയാണ്. മുണ്ടക്കയം TB ജംഗ്ഷൻ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം തെരുവുനായകൾ കൂട്ടമായി തമ്പടിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയം പൈങ്ങനായിൽ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന തെരുവുനായകൾ റോഡിന്റെ വശങ്ങളിലും വീടുകളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കടിച്ചു കീറി കേടുപാട് വരുത്തുന്നതും പതിവ് സംഭവമാണ്. രാത്രികാലങ്ങളിൽ കടത്തിണ്ണകൾ കയ്യേറുന്ന തെരുവുനായകൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പുലർച്ചെ പത്രവിതരണത്തിന് പോകുന്നവർക്കും പ്രഭാത സവാരിക്കായി മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ എത്തുന്നവർക്കുമെല്ലാം വലിയ ഭീഷണിയാണ് തെരുവുനായകൾ ഉയർത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ പലപ്പോഴും തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. തെരുവുനായകൾ വാഹനത്തിന് കുറുകെ ചാടി അപകടമുണ്ടാകുന്നതും പതിവ് സംഭവമാണ്. തെരുവുനായകളെ പാർപ്പിക്കുന്നതിനുള്ള ABCകളുടെ അപര്യാപ്തതയാണ് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പരാതിപ്പെടുമ്പോൾ ഇവയെ പിടികൂടി വന്ധീകരിച്ച ശേഷം ഇതേ പ്രദേശത്ത് തന്നെ വീണ്ടും കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണെന്നും ആക്ഷേപമുണ്ട്. അതേസമയം വന്ധീകരണത്തിനായി പിടിച്ചുകൊണ്ടുപോകുന്നതിനേക്കാൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള തെരുവുനായകളെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ എണ്ണത്തെ മുണ്ടക്കയം ബൈപ്പാസ് റോഡിലടക്കം ഇറക്കിവിടുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.